1 ലിറ്റർ പാലെടുത്തിട്ട് അത് കാച്ചി അത് നല്ലതായിട്ട് തിളപ്പിച്ച് പാട മേലെ വന്നിരിക്കുന്ന പാലാണ് ഇത്. ഇത് തിളപ്പിച്ച പാല് ഇത് നല്ലതായിട്ട് ചൂട് പോയിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. ഫ്രിഡ്ജിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തലേന്ന് രാത്രിയിലാണ് പാല് കാച്ചി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നോക്കുമ്പം നല്ല മേളിൽ കട്ടിയായിട്ട് ഒരു ലെയർ ഇങ്ങനെ കിടക്കും. അത് നമ്മൾ വെട്ടിയെടുത്ത് ഓരോ ദിവസവും നമ്മളൊരു പാത്രത്തിനകത്തിട്ട് വെക്കുക. അങ്ങനെ ഞാനിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ദാണ്ട് ഈ പാട. ഒരു മാസത്തെ പാടയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ 2 പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാടയാണ്. ഇതിനകത്തുമുണ്ട്, ഇതിനകത്തുമുണ്ട്. 2 പാത്രത്തിലാണ്. ഇത് ഞാൻ കുറേശ്ശെ മിക്സിയിൽ അടിച്ച് ഇതുപോലുള്ള വലിയ ജാർ വേണേ. ഈ മിക്സിയുടെ വലിയ ജാറിനകത്ത് നല്ല ഐസ് ക്യൂബ്സ് ഇട്ട് വേണം നമ്മളത് അടിച്ചെടുക്കാൻ. ഞാനത് ഓരോ ട്രിപ്പിലും അടിച്ചെടുത്തുകൊണ്ടൊന്ന് കാണിക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സും വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാമേ. അതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് കാണിക്കാം. ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നതാണേ. നല്ലതായിട്ട് നെയ്യ് ആയിട്ടുണ്ട്. ഞാനതെടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടാമേ. നല്ല തണുത്ത വെള്ളത്തിനകത്തോട്ട് വേണം നമ്മൾ അതിടാൻ. ഇതിനകത്തോട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതാണ്ട് ഇതും കൂടെ അടിച്ചു കൊണ്ടുവരാമേ. ഞാൻ രണ്ടാമത് എടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് നല്ല ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഉണ്ടോ? എല്ലാം നെയ്യാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാച്ചി വെച്ചില്ലേ പാല്, ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂർ ഇരുന്നതിന് ശേഷമുള്ളതാണ്. ഇത് ഞാൻ വെട്ടിയങ്ങ് എടുത്തിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഒരു മാസമൊക്കെ ആവുമ്പോൾ ഇതുപോലെ അടിച്ചെടുക്കും. ഞാൻ ഇതിനെ കുറേശ്ശെ ഇട്ടിട്ട് കാണിക്കാമേ. ഇപ്പം കുറച്ച് തണുത്ത വെള്ളത്തിനകത്തേക്കാണ് ഇട്ടത്. ഇതിനെ നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ടിടാം. അത് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം. അതിനകത്ത് പക്ഷേ പാലിൻ്റെ ഒട്ടും ഇത് കാണരുത്. ഞാൻ കണ്ടോ, അത് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്ത് വെച്ച് കേട്ടോ. അന്നേരം മറ്റേതങ്ങ് മാറ്റി. അന്നേരം ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം നല്ലതായിട്ട് മെൽറ്റായിട്ട് ഉരുക്കിയെടുക്കാം. നല്ലതായിട്ടൊന്ന് തിളച്ച്
കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, തിളച്ച് നല്ലതായിട്ട് മെൽറ്റായി. ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലിപ്പം കണ്ടോ, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് വരുന്നത്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇത് സിമ്മിലിട്ട് വേണേ ഇങ്ങനെ ഉരുക്കിയെടുക്കാൻ. നെയ്യേ നമ്മൾ സിമ്മിലിട്ട് വളരെ പതുക്കെ വേണം ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ. ഉണ്ടാവും നല്ലതായിട്ട് അതഞ്ഞ് വരുന്നുണ്ട്. ഈ സ്റ്റേജെത്തി. ഈ സ്റ്റേജായി. നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളേ. നമ്മൾ വാങ്ങിക്കുന്ന പാല് കാച്ചി നല്ലതായിട്ട് പാട എടുത്തിട്ട് ഓരോ ദിവസവും അതിനകത്തുനിന്ന് ആ പാട എടുത്ത് ഫ്രീസറിനകത്ത് വെക്കണം. ഒരു പാത്രത്തിനകത്ത് ഫ്രീസറിനകത്ത് വെച്ചിരുന്നാൽ നമുക്ക് 1 മാസമൊക്കെ ആവുമ്പോൾ ഇതുപോലെ ഇത്രയൊക്കെ എനിക്കിപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേന് എനിക്കിതുപോലെ ഇത്രയും നെയ്യ് കിട്ടും. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇത് മതി ഓരോ ലിറ്റർ പാലിനകത്തുനിന്ന്. കണ്ടോ, ഈ സ്റ്റേജെത്തി. ഇത് സിമ്മി കിടക്കുന്നതുകൊണ്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഈ സ്റ്റേജായി. ഞാൻ ഇതിനകത്തേക്ക് കരിവേപ്പില അങ്ങിടുകയാണേ. അത് കിടന്ന് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. നല്ല ഇതായിട്ട് കിടക്കട്ടെ. കണ്ടോ, കളർ ചേഞ്ച് വന്നത് കണ്ടോ. കണ്ടോ, നല്ല ഈ പതയങ്ങ് തീരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. കണ്ടോ, അതിൻ്റെ നല്ല കളറിൽ ഈ പതയങ്ങ് ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നെയ്യുടെ ആ കറക്റ്റ് പരുവം എത്തി. മനസ്സിലായോ? ഇതാണ് ഈ പരുവത്തി. ഇനി ഇത് വാങ്ങുകയാണേ. കഴിഞ്ഞു. ഞാൻ എടുത്തപ്പം കുറച്ച് മൂത്ത് പോയി കേട്ടോ. അതിപ്പോൾ ഡാർക്ക് കളറായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല മണമുണ്ട് കേട്ടോ. ഗുണവും മണവും എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു. അതിന് കറക്റ്റ് ടൈമിന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു.